ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് കഥാസാഗരവുമായി ഞാൻ ബോണി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണിത് കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. കൂടാതെ കുറച്ച് വർത്തമാനമുണ്ട്. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോറൽ മരത്തിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. തോന്നയ്ക്കൽ കൃഷ്ണപ്രസാദ് എഴുതിയതാണ്. അതൊരു 18 നാടോടി കഥകൾ അടങ്ങിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിന്നെടുത്ത ചെറിയ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം, കേട്ടിട്ട് മടങ്ങി വരാം. പണ്ട് ഇന്തോനേഷ്യയിൽ ഒരു രാജാവുണ്ടായിരുന്നു. ഇന്തോനേഷ്യയിലെ ഒരു രാജ്യത്ത് അദ്ദേഹം ഇങ്ങനെ ഭരിച്ചു വരികയായിരുന്നു. പക്ഷേ ആ രാജാവിന് പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, പ്രജകളോട് സ്നേഹവും കരുണയും ആ രാജാവിനുണ്ടായിരുന്നില്ല. സ്വന്തം കാര്യങ്ങളിൽ മാത്രമായിരുന്നു രാജാവിൻ്റെ ശ്രദ്ധ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ദുഷ്ടനും നീചനുമായ രാജാവിനെ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ജനങ്ങൾ വെറുത്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിൻ്റെ സേനാനായകൻ രാജാവിൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറഞ്ഞു. മഹാരാജാവേ, കടലിൻ്റെ കരയിലായ ഒരു നിധികുംഭം വന്നടിഞ്ഞിരിക്കുന്നു. ഈ വാർത്ത നമ്മുടെ രാജ്യത്ത് മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിധികുംഭം കാണുന്നതിന് വേണ്ടി വാർത്ത കേട്ടറിഞ്ഞവർ കടൽ തീരത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ജനങ്ങൾ മറ്റൊരു കാഴ്ച കണ്ടത്. അത്യാഗ്രഹിയായ രാജാവും നിധികുംഭം കാണാൻ എത്തിയിരിക്കുന്നു. രാജാവിനെ കണ്ടവർ വെറുപ്പോടെ മാറി നിന്നു. നിധി നിറഞ്ഞ ആ കുടം കണ്ട് രാജാവിൻ്റെ കണ്ണുകൾ വിടർന്നു. രാജാവ് മനസ്സിൽ ചില കാര്യങ്ങൾ കണക്ക് കൂട്ടിയതിനു ശേഷം അവിടെ കൂടി നിന്ന ആളുകളോട് പറഞ്ഞു, ഈ നിധി നിറഞ്ഞിരിക്കുന്ന കുടം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിനാൽ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. എല്ലാവരും പൊയ്ക്കോളിൻ. രാജാവിൻ്റെ സ്വഭാവം അറിയാവുന്ന ജനങ്ങൾ പിന്നീട് അവിടെ നിന്നില്ല. ഈ തക്കം നോക്കി അത്യാഗ്രഹിയായ ആ രാജാവ് ആ നിധികുംഭം കൈക്കലാക്കി അതിൻ്റെ മൂടി തുറന്നു. കുടത്തിൻ്റെ മൂടി തുറന്നതും അതിൽ നിന്നും വലിയ പുകച്ചുരുളുകൾ ഉയർന്നു. രാജാവിനും പേടി തോന്നിത്തുടങ്ങി. കുടത്തിൻ്റെ മുടി തുറന്നതും അതിൽ നിന്നും വലിയ പുകച്ചുരുളുകൾ ഉയർന്നു. രാജാവിനും പേടി തോന്നിത്തുടങ്ങി. അല്പസമയത്തിനകം പുകച്ചുരുളുകൾ കൂടിച്ചേർന്ന് അതൊരു വലിയ ഭൂതമായി മാറി. മൊട്ടത്തലയ്ക്ക് മുകളിൽ വളഞ്ഞു നിൽക്കുന്ന 2 വലിയ കൊമ്പുകൾ, പേടി തോന്നിപ്പിക്കുന്ന മീശ, കാതുകളിൽ വലിയ വളയങ്ങൾ, എല്ലാം കൊണ്ടും രാജാവ് ഈ രൂപം കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. പക്ഷേ ഭൂതം ചിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവിന് അല്പം സമാധാനമായി. ആ പ്രദേശമാകെ മുഴങ്ങത്തക്ക രീതിയിൽ ഭൂതം സംസാരിച്ചു തുടങ്ങി. വളരെ വർഷങ്ങൾക്ക് മുൻപ് കടലിനക്കരെയുള്ള ദ്വീപിലെ ഒരു ദുർമന്ത്രവാദി എന്നെ ആവാഹിച്ച് ഈ കുടത്തിനകത്താക്കി കടലിലെറിഞ്ഞു. ഇത്രയും കാലം ഈ കുടത്തിനകത്തിരുന്ന് ഞാൻ കടലിനടിത്തട്ടിലൂടെ ഒഴുകി നടന്നു. ശക്തമായ തിരയിൽപ്പെട്ട് കുടം കരയ്ക്കടിഞ്ഞു. പക്ഷേ കരയിലെത്തിയ എന്നെ താങ്കൾ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. അതിനാൽ അങ്ങയുടെ ഒരാഗ്രഹം സാധിച്ചു തരാൻ എനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ആഗ്രഹം പറഞ്ഞാലും. അഹങ്കാരം തലയ്ക്ക് പിടിച്ച രാജാവ് ഭൂതത്തിനോട് പറഞ്ഞു, ഞാൻ ഈ പ്രദേശത്തെ രാജാവാണ്. എന്നെ കാണുന്ന മാത്രയിൽ പ്രജകൾക്കെല്ലാവർക്കും പേടിയുണ്ടാകണം. അതുകൊണ്ട് ഒരിക്കലും നശിച്ചു പോകാത്ത ഉറപ്പും ബലവുമുള്ള ഒരു ശരീരം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഭൂതം രാജാവിൻ്റെ ആഗ്രഹം നിറവേറ്റി. പെട്ടെന്ന് തന്നെ രാജാവ് ഒരു വലിയ കരിങ്കൽ പ്രതിമയായി മാറി. വിവരം കേട്ടറിഞ്ഞ് പ്രജകളെല്ലാം വീണ്ടും കടൽ തീരത്ത് ഒത്തുകൂടി. രാജാവിൻ്റെ അവസ്ഥ കണ്ട് അന്തം വിട്ടു നിന്ന പ്രജകളോട് ഭൂതം പറഞ്ഞു, നിങ്ങളുടെ രാജാവിൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിക്കൊടുത്തിരിക്കുകയാണ്. ഇത്രയേറെ ഉറപ്പുള്ള ശരീരം മറ്റാർക്കും ലഭിക്കില്ല. ഇതൊരിക്കലും നശിക്കുകയുമില്ല. കരിങ്കല്ലായി തീർന്ന രാജാവിൻ്റെ ഈ അവസ്ഥ കണ്ട് പ്രജകൾ ആനന്ദ നൃത്തം ചവിട്ടി. അത്യാഗ്രഹം എന്നും ആപത്ത് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചെറിയ കഥ.
അവസാനം പറഞ്ഞ കണക്ക് തന്നെ അത്യാഗ്രഹം ഏറെ ആപത്താണ്. ഈ ചിരഞ്ജീവി ആയിക്കഴിഞ്ഞാൽ അല്ലേ, നമ്മളിങ്ങനെ മരിക്കാത്തൊരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പ്രയോജനമില്ലാത്ത ഒരു ശരീരം കൊണ്ട് നമ്മളിങ്ങനെ കഴിച്ചു കൂട്ടേണ്ടി വരും. ചുക്കിച്ചൊളിഞ്ഞ ഒരു ശരീരം അല്ലേ, മരിക്കുന്നില്ല. പക്ഷേ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് പിന്നെ മരണത്തെ പുൽകാൻ തോന്നും, മരണത്തെ ഇങ്ങനെ കാത്തു കിടക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഒരു വലിയ അല്ലേ ചിരഞ്ജീവിയായിട്ടോ ഒന്നും ഒരു കാര്യമില്ല. മരണവും ആവശ്യമാണ് അല്ലേ, ശരീരത്തിന് മരണം ആവശ്യമാണ്. എല്ലാം ചില പരിണാമങ്ങളിലൂടെയൊക്കെ പോകണം. മരണവും അത്തരത്തിൽ ഒന്ന് തന്നെയാണ്. ഇവിടെ ഒരു അത്യാഗ്രഹിയായ രാജാവാണ്, ഒരു ഭയപ്പെടുത്തുന്ന രാജാവാണ്. ജനങ്ങൾക്ക് ഭയമാണ്, അദ്ദേഹം അത്യാഗ്രഹിയാണെന്നറിയാം. അത്തരത്തിലുള്ളൊരു രാജ്യം ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ജനങ്ങളെല്ലാം ഭയന്ന് വിറച്ച് ജീവിക്കുന്നു. ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു സന്തോഷമില്ല. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. പലപ്പോഴും മതഭരണം ഉണ്ടാക്കുന്നത് അത്തരം ഒരു ഭയവും ഉത്കണ്ഠയൊക്കെയാണ്. ഇല്ലാത്ത കിരാതമായ മതഭരണങ്ങളുണ്ട്. അത്തരം ഭരണങ്ങൾ ഇല്ലാതെ മനുഷ്യനെ വേട്ടയാടും. അപ്പോൾ ഇറാനിൽ നമ്മൾ കണ്ടതാണല്ലേ, ശിരോവസ്ത്രം ധരിക്കാത്തതിൻ്റെ പേരിൽ അല്ലേ അവിടെ ഉണ്ടായ ഒരു പോരാട്ടം, സ്ത്രീകൾ നയിച്ചൊരു പോരാട്ടം. എത്രയോ പേർ, ആണുങ്ങളുമൊക്കെ അന്നകത്ത് പങ്കുചേർന്നു. മഹ്സ ജിന അമിനി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ മരണം പോലീസ് കസ്റ്റഡിയിൽ, അല്ലെങ്കിൽ മൊറാലിറ്റി പോലീസ് കസ്റ്റഡിയിൽ മരിക്കാനിടയായ സംഭവത്തെ തുടർന്നുണ്ടായ സ്ഥിതിവിശേഷം. അതിനെ തുടർന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 220 മേലെ ആൾക്കാരെ തൂക്കിലേറ്റിട്ടുണ്ട്, ഈ ഒരു പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തതിൻ്റെ പേരിലും ഒക്കെ ചേർന്നിട്ട്. മൊത്തത്തിൽ ഇറാൻ്റെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ എത്ര പേരെ ഇതുവരെ തൂക്കിലേറ്റി എന്നുള്ള കണക്കൊക്കെ പല ആംനസ്റ്റി ഇൻ്റർനാഷണലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ജനുവരി 1, 2002 മുതൽ ജൂലൈ 31, 2023 വരെ ഏകദേശം 5000 പേരെയോളം എക്സിക്യൂട്ട് ചെയ്തെന്നാണ്. അതിൽ 57 കുട്ടികളും ഉണ്ടായിരുന്നു എന്നൊക്കെ കണക്കുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരം പീഡനങ്ങൾ അല്ലെങ്കിൽ ഭരണതലത്തിലുള്ള പീഡനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യവും സ്നേഹവും കാരുണ്യവാനുമായ ഒരു ഭരണകർത്താവാണെങ്കിൽ ജനങ്ങൾ വളരെ സന്തോഷവാന്മാരായിരിക്കും. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ വലിയ നേതാക്കന്മാരെ വലിയ വലിയ പ്രതിമകളൊക്കെ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രതിമകളൊക്കെ അവരെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ സൽപ്രവൃത്തികൾ അല്ലേ, അവർ ഭരിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ അവർ സമൂഹത്തിന് ചെയ്ത നന്മകളും സേവനങ്ങളും ഒക്കെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം പ്രതിമകളൊക്കെ പല രാജ്യങ്ങളിലും വെക്കുന്നത്. കോടാനുകോടി ചിലവിട്ട് നിർമ്മിക്കുന്ന പ്രതിമകളും ഒക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ വേണ്ടുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഒരു ആളിനെ ഒരു ചിന്ത ഉണർത്താൻ ഇത്രയും വലിയ പണം മുടക്കണോ? ഇത്രയും വലിയ പ്രതിമകളുടെ ആവശ്യമുണ്ടോ? ഒരു പേര്, അദ്ദേഹത്തിൻ്റെ ഒരു പേരും ചെറിയൊരു കുറിപ്പും ഒരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു പാർക്കിലോ ഒരു തെരുവീതികളിലോ എഴുതി വെച്ചാൽ തന്നെ മതിയാകും. അല്ലെങ്കിൽ ആദരസൂചകമായി ചെറിയൊരു പ്രതിമ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധകായ പ്രതിമയോ മുഖമോ വരച്ചൊരു മുഖമോ ഒക്കെ മതിയാകും. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ ഓർക്കേണ്ടത് അദ്ദേഹത്തിന് ചെയ്ത പ്രവൃത്തികളിലൂടെയാണ്. നല്ല പ്രവൃത്തികൾ ചെയ്താൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഓർക്കും. ആ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകും. യഥാർത്ഥത്തിൽ ഒരാളുടെ സൽപ്രവൃത്തികളാണ് അദ്ദേഹത്തെ ഓർക്കാൻ കാരണമാകുന്നത്, അല്ലാതെ വലിയ പ്രതിമകളല്ല. പലപ്പോഴും അത്തരം തെറ്റിദ്ധാരണകളൊക്കെ നമുക്കുണ്ടാകാറുണ്ട്, ഭരണകർത്താക്കൾക്ക് ഉണ്ടാകാറുണ്ട്. ഒരു മഹത് ഭരണകർത്താവിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയൊക്കെ ചില വരികൾ അല്ലേ, അദ്ദേഹം പ്രസംഗിച്ചതോ അല്ലെങ്കിൽ എഴുതിയതോ ആയ ചില വരികൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലോട്ടൊക്കെ നമ്മളെ ആനയിക്കാൻ സാധിക്കും. അത് മതി. ഒരു വലിയ പ്രതിമയ്ക്കൊന്നും അത്തരമൊരു ഓർമ്മ സൃഷ്ടിക്കാനൊന്നും സാധിക്കില്ല. പ്രത്യേകിച്ച് ആ വ്യക്തി തിന്മകൾ ഒത്തിരി ചെയ്ത വ്യക്തിയാണെങ്കിൽ. ഇപ്പോൾ ഈ കഥയിലെ രാജാവിനെ പോലെ അശോക മഹാരാജാവിനെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹം ചെയ്ത യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹം ചെയ്ത യുദ്ധം ഒരു കറുത്ത അധ്യായം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ അദ്ദേഹം അത് തിരുത്തി ഒരു നന്മയുടെ പാതയിലോട്ടൊക്കെ വന്നപ്പോൾ, സമാധാനത്തിൻ്റെ പാതയിലോട്ടൊക്കെ വന്നപ്പോൾ, ബുദ്ധൻ്റെ ആശയങ്ങളൊക്കെ അദ്ദേഹം പുൽകിയപ്പോൾ അദ്ദേഹം ചരിത്രത്തിൽ ഒരു സ്വർണ്ണ അധ്യായമായി മാറി. നമുക്കെപ്പോഴും ഈ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണകർത്താക്കളെ വലിയ ഒരു നായക പദവിയൊക്കെ നൽകാറുണ്ട്. പലപ്പോഴും അവർ യുദ്ധത്തിൻ്റെ മുന്നണി പോരാളിയായിട്ട് ഇല്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ യുദ്ധം നയിക്കുന്ന ഒരു പടയാളിയായിട്ട് മുന്നിൽ ഇല്ലെങ്കിൽ കൂടി,
അതിന് നേതൃത്വം അല്ലെങ്കിൽ അതിന് ആഹ്വാനം ചെയ്യുന്ന നേതാക്കളുണ്ടല്ലോ, രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഭരണ തലത്തിൽ ഇരിക്കുന്ന നേതാക്കൾ, അവർക്കെപ്പോഴും ഒരു രാജകീയ അല്ലെങ്കിൽ ഒരു നായക പദവിയൊക്കെ ലഭിക്കാറുണ്ട്. അവരുടെ കഴിവുകൊണ്ടാണ് യുദ്ധം ജയിച്ചതെന്ന് വരെ പറയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ പട്ടാളക്കാരായിരിക്കും യുദ്ധം നടത്തിയത്. അപ്പോൾ യുദ്ധം പല നേതാക്കളെയും വീരന്മാരാക്കാറുണ്ട്. ഈ ശൂരപരാക്രമത്തിൽ അല്ലെങ്കിൽ ഈ വീരകഥകളിൽ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ ജീവനുകളെക്കുറിച്ച് ഓർക്കാറില്ല. ഇപ്പോഴും ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഇടയിൽ അല്ലേ മ്യാൻമാറിൽ നടക്കുന്ന പ്രശ്നങ്ങളോ, റഷ്യ ഉക്രൈൻ യുദ്ധമോ, ഇസ്രയേൽ ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന വൻ യുദ്ധമോ, അല്ലെങ്കിൽ മണിപ്പൂരിൽ നടക്കുന്ന സംഭവം ഒന്നും പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഏറെ ദൂരം നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരു പത്ര തലക്കെട്ടും അതിലെ കുറച്ച് വാചകങ്ങളും മാത്രമായി ഒതുങ്ങും. ആ വ്യക്തി വായിക്കുമ്പോൾ ചെറിയൊരു നടുങ്ങലും ഞെട്ടലുമൊക്കെ ഉളവാക്കും. ചില ചിത്രങ്ങൾ കാണുമ്പോഴും യുദ്ധത്തിൻ്റെ ഭീകരത വരികളിലൂടെ വരുമ്പോഴും അല്ലെങ്കിൽ ടി വിയിൽ കാണുമ്പോഴൊക്കെ ചെറിയൊരു നടുക്കവും ഞെട്ടലും ഒരു വിഷമമൊക്കെ ആ സമയത്തുണ്ടാവും അല്ലേ. ഈ ചോര ചിന്തൽ കാണുമ്പോൾ ചെറിയൊരു നടുക്കവും ഒക്കെ തോന്നും. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വേഗതയേറിയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഇതെല്ലാം അല്പസമയത്തിനകം നമ്മൾ മറന്നു നിന്നിരിക്കും. നമ്മുടെ മനസ്സ് അതൊക്കെ ആയിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെട്ടെന്നും ഇരിക്കും. ഈ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായെന്നിരിക്കും. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുക അല്ലേ, യുദ്ധങ്ങളുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ യുദ്ധത്തിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. എന്ന് വെച്ചാൽ യുദ്ധം കൂടിക്കൂടി വരികയാണ് അല്ലേ. എത്ര അമ്മമാർക്ക് കുട്ടികൾ നഷ്ടപ്പെടുന്നു. വളരെ കാത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ നാളും മക്കളൊക്കെ ഉണ്ടായൊരു മകനോ മകളോ ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ സ്കൂളിൽ പോകാൻ ബാഗ് വാങ്ങിച്ച് കാത്തിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. ചിലപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. അങ്ങനെ എത്രയോ പേർ അല്ലേ പോർക്കളത്തിൽ മരിച്ചു വീഴുന്നു. നിരപരാധികൾ, യുദ്ധത്തിൽ യാതൊരു പങ്കുമില്ലാതെ അല്ലേ, ഏതോ രാഷ്ട്രീയ നേതാക്കൾ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ യുദ്ധം വിതയ്ക്കുന്ന ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ രക്തസാക്ഷിയാവേണ്ട വന്ന എത്രയോ ആൾക്കാർ, എത്രയോ അമ്മമാർ അല്ലേ, ഗർഭിണികൾ. നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള സംഭവിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവത്തു. അപ്പോൾ യുദ്ധം എപ്പോഴും ഭയാനകമാണ്. അത് കണക്ക് തന്നെ കിരാത ഭരണം നടത്തുന്ന ഭരണകർത്താക്കളും തീർച്ചയായിട്ടും ഭയാനകം തന്നെയാണ്. ഈ കഥ നമ്മളെ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ജനനായകൻ അല്ലെങ്കിൽ രാജാവ് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് തീർച്ചയായിട്ടും ജനങ്ങളുടെ വാത്സല്യത്തിന് പാത്രമാകണം. അവർക്ക് ഭയമില്ലാതെ നോക്കാനും കാണാനും പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഭയം എവിടെ ഉടലെടുക്കുന്നോ അവിടെ തിന്മ വസിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.